മലയോര ഗ്രാമമായ പുനലൂരിന്റെ ഹൃദയഭാഗം. ഇവിടെ കല്ലടയാറിന് കുറുകെ ഇരു കടകളെയും ബന്ധിപ്പിക്കുന്ന ചരിത്രങ്ങളാൽ രേഖപ്പെടുത്തിയ ഒരു പാലമുണ്ട്. 140-ൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ ഭരണകാലത്ത് പുനലൂരിന്റെ വാണിജ്യ വികസനത്തിനായി ആറ്റിനു കുറുകെ ഒരു പാലം വേണമെന്നത് ആവശ്യമായി മാറി. സാധാരണ പാലം പണിയാൻ പലരും ശ്രമിച്ചു. പക്ഷേ ശക്തമായ ഒഴുക്കിൽ തൂണുകൾ താഴ്ന്നുപോയി. ഒടുവിൽ ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറി എന്ന എഞ്ചിനീയർ ഒരു വിസ്മയകരമായ ആശയം മുന്നോട്ട് വെച്ചു: ഒരു തൂക്കുപാലം. 1872 പാലത്തിന്റെ പണികൾ തുടങ്ങി. ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന ഇരുമ്പു ചങ്ങലകൾ 4 കിണറുകൾക്കുള്ളിലായി ഉറപ്പിച്ചു. ഭാരമേറിയ വണ്ടികൾ കൊണ്ടുപോകുമ്പോൾ പാലം ചെറിയ രീതിയിൽ കുലുങ്ങുന്നുമുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങളെ പട്ടണത്തിലേക്ക് കടക്കാതെ പേടിപ്പിച്ചു നിർത്താൻ ഈ കുലുക്കം സഹായിക്കുമെന്ന് ഹെൻറി വിശ്വസിച്ചു. 1877 തൂക്കുപാലത്തിന്റെ പണികൾ പൂർത്തിയായി. എന്നാൽ പാലത്തിന്റെ ഉറപ്പിൽ നാട്ടുകാർക്ക് ഭയവും സംശയവും ഉണ്ടായിരുന്നു. ഇതിന്മേൽ ഹെൻറി ഒരു പരീക്ഷണത്തിന് തയ്യാറായി. പാലത്തിലൂടെ 6 ഭീമൻ ആനകളെ അദ്ദേഹം നടത്തിച്ചു. അതേസമയം തന്നെ പാലത്തിന് തൊട്ടു താഴെ കൂടി ഒരു വഞ്ചിയിൽ തന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹം ഇരുന്നു. ആനകൾ നടക്കുമ്പോഴും പാലം തകർന്നില്ല എങ്കിൽ താൻ സുരക്ഷിതനായിരിക്കുമെന്നതായിരുന്നു ആ ചങ്കൂറ്റത്തിന് പിന്നിലെ ആത്മവിശ്വാസം. അങ്ങനെ പരീക്ഷണം വിജയിച്ചു. തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാഹന ഗതാഗത യോഗ്യമായ തൂക്കുപാലമായി ഇത് മാറി. 100 വർഷത്തിലേറെ പുനലൂരിന്റെ ജീവനാഡിയായി ഈ പാലം നിലനിൽക്കുന്നു. ഇന്ന് വാഹനങ്ങൾക്കായി തൊട്ടടുത്ത് പുതിയ പാലം വന്നെങ്കിലും ഈ മുത്തശ്ശിപ്പാലം ചരിത്രത്തിന്റെ സാക്ഷിയായി അവിടെ തന്നെയുണ്ട്. തമ്പകത്തടിയും ഇരുമ്പു ചങ്ങലകളും ഇന്നും ആ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന്റെ കഥ പറയുന്നു.